ഹലോ കൂട്ടരെ, നമുക്കൊരു സ്ഥലം വരെ പോവാം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. എറണാകുളത്തേക്കാണ് ഞാനീ പോണത്. എറണാകുളത്ത് അന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ശരവണ ഭവനിൽ പോയി ഒരു നെയ്റോസ്റ്റും സൈഷേട്ടൻ ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഒരു കോഫിയൊക്കെ കുടിച്ച് ഞാനൊരു ഓട്ടോ പിടിച്ച് പോവുകയാണ്. എവിടേക്കാണെന്നറിയണ്ടേ? എൻ്റെ ലക്ഷദ്വീപ് യാത്രയുടെ തുടക്കമാണ് ഈ കാണുന്നത്. ഞാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളും എൻ്റെ കൂടെ വരുമല്ലോ. ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടി പോകാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് അവിടെ ഒരു സ്പോൺസർ വേണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ടൂർ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോകാം. ഞങ്ങളെ കൊണ്ടുപോകുന്ന സ്പോൺസറിൻ്റെ പേര് ഇന്ദ്രീസ്. ഇതാണ് ഞങ്ങൾ പോയ ടീം. പോകാൻ വേണ്ടി ഒരാൾക്ക് 17,500 രൂപയാണ് ചിലവ് വന്നിരിക്കുന്നത്. പോകാൻ ആദ്യം വേണ്ടത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റാണ്. അതിന് നമ്മുടെ ഫോട്ടോയും ആധാർ കാർഡിൻ്റെ നമ്പറും വെച്ച് അക്ഷയ വഴി അപേക്ഷ കൊടുക്കാം. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം സ്പോൺസറായ ഇന്ദ്രീസിന് ഞങ്ങളത് അയച്ചു കൊടുത്തു. ഇന്ദ്രീസ് അവിടെ പെർമിറ്റിന് അപേക്ഷ കൊടുക്കുന്നു, അതിനുശേഷം ടിക്കറ്റ് എടുക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഏപ്രിൽ 5-ാം തീയതി MV ലഗൂൺ എന്ന് പറഞ്ഞ കപ്പലിൽ പോകാനുള്ള ചാൻസ് കിട്ടി. ശരിക്കും എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കപ്പലിൽ കയറുന്നതിൻ്റെ ഒരു ത്രില്ലായിരുന്നു. ഈ കപ്പലിൽ കയറുന്നതിന് മുമ്പ് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. രാവിലെ 9:30 വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള സ്കാൻ സെൻറ്ററിലാണ് എത്തേണ്ടത്. നമ്മുടെ ലഗേജുകൾ മുഴുവൻ അവർ സ്കാൻ ചെയ്യും. ശരിക്കും ഫ്ലൈറ്റിൽ പോകുന്ന ചെക്കിങ് പോലെ തന്നെയാണ് കപ്പലിൽ കയറുമ്പോഴും ഉള്ള ചെക്കിങ്. ഇനി നമുക്ക് നമ്മുടെ സീറ്റ് കണ്ടെത്തുകയാണ് അടുത്ത പണി. എല്ലാം ഒരുപോലെ തോന്നുക. ഇതാണ് എൻ്റെ സീറ്റ്. ബങ്ക് ക്ലാസ്സാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ബെഡിൻ്റെ മേലെയും ഇതുപോലെ ലൈറ്റുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൈയൊക്കെ കഴുകാനുള്ള വാഷ് ഏരിയയാണ്. ഈ കാണുന്നത് ഫുഡ് ഏരിയയാണ്. പിന്നെ അതോടെ ഞങ്ങൾക്ക് ത്രില്ലായി. അങ്ങോട്ട് കയറി കഴിഞ്ഞതോടെ കപ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലുള്ള ഡക്കിലെത്തി. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഞങ്ങളെ സഹായിക്കാൻ ഇന്ദ്രീസിൻ്റെ ഫ്രണ്ടായ അബു ഉണ്ടായിരുന്നു, അറക്കൽ അബു. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആസ് യൂഷ്വൽ ഇതുപോലെ സ്ഥലത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കലായി. ചറപറാന്ന് തുര ഫോട്ടോ എടുക്കലാണ് എല്ലാവരും. ഏതൊക്കെ മോഡലിലാണ് എടുത്തിരിക്കുന്നത് എന്തേ നോക്കൂ. എങ്ങനെയുണ്ട് ഫോട്ടോ സെക്ഷൻ? അടിപൊളിയല്ലേ? കുറച്ച് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്നും പറഞ്ഞ്. ലഞ്ച്, ഡിന്നർ, ചായ, ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ അനൗൺസ് ചെയ്യും. പിന്നെ ഒരു ചേട്ടൻ ഇതുപോലെ നമ്മുടെ അടുത്ത് വരും. പൈസ നമ്മൾ ആദ്യം ബില്ല് പേ ചെയ്യണം. ലിക്വിഡായിട്ട് കൊടുക്കണം. ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. ഞാൻ പറഞ്ഞത് നെയ്ച്ചോറും മീൻകറിയും, പിന്നെ ചേട്ടായി പറഞ്ഞത് ചോറും പരിപ്പ് കറി. ഇങ്ങനെ 2 ഫുഡാണ് ഉള്ളത്. ഇത് രണ്ടും ഞങ്ങൾ ഓരോ പ്ലേറ്റ് വാങ്ങി. കാരണം കപ്പലിലെ ഫുഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ. ഇത് അവൽ മിൽക്ക് സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു കൗണ്ടർ വേറെയുണ്ട്. നമുക്കത് എവിടെ ഇരുന്നും കഴിക്കാം. ഞാനത് വാങ്ങി ഏറ്റവും മുകളിൽ പോയി. വൈബ് വേണ്ടേ? വൈബ് കണ്ടോ? കപ്പലിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത്ര വലിയ സ്പീഡ് തുടക്കത്തിൽ നമുക്ക് തോന്നില്ല. പലരും പറഞ്ഞു ഛർദിക്കും, പ്രശ്നം ഉണ്ടാവും, തല കറങ്ങും എന്നൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും തോന്നിയില്ല കേട്ടോ. ഇത് കാണാൻ എന്ത് ഭംഗിയല്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. 4 ഭാഗം വെള്ളം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ നീലാകാശവും കടലും എന്തോ ഒരു ഭംഗി. നല്ല കാറ്റാണ് കണ്ടോ. എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടോ ഫുൾ പറക്കുന്നത്. പിന്നെ അതിൽ ഷെയ്ക്കുണ്ട്. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടാവും കപ്പലിനകത്ത്. ഇങ്ങനെ നമുക്കൊരു ഓളം നമ്മുടെ ദേഹത്തൊരു ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ കിട്ടിയ ചാൻസ് എല്ലാം വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ഒക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ ഈ പോയത് മുഴുവനും. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ലൈവായിട്ട് സൂര്യാസ്തമയമൊക്കെ കണ്ടു. അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അടുത്ത അനൗൺസ്മെൻറ്റായി ഡിന്നർ റെഡി ആയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ രാത്രിക്ക് ചപ്പാത്തി ചിക്കനും ഉണ്ട്, പിന്നെ ചോറുണ്ട്. പിന്നെ രാത്രി 9 മണിയാകുമ്പോൾ ബ്രെഡും ഓംലെറ്റും കട്ടൻ ചായയും കിട്ടും. അത് വാങ്ങാനായിട്ട് ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ എല്ലാവരും ഇരുന്ന് ക്രിക്കറ്റ് കാണുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള മിൻചേച്ചിക്കൊരാഗ്രഹം നടുക്കടലിലിരുന്ന് കടല തിന്നണമെന്ന്. അതാണ് ഈ കാണുന്നത്. നട്ടപ്പാതിരയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടെ ഡക്കിൽ പോയിരുന്നിട്ട് വൈബാണ് ഈ കാണുന്നത്. എന്ത് ഭ്രാന്തല്ലേ. പക്ഷേ ഒരു പ്രത്യേക രസമാണ് രാത്രിയിൽ. ഈ കാണുന്നത് കപ്പലിലെ ബാത്റൂമാണ്. സാധാരണ ക്ലോസറ്റും ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. അങ്ങനെ യാതൊരു സ്മെല്ലൊന്നുമില്ല. നല്ല വൃത്തിയാണ് കേട്ടോ. കപ്പലിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2ഉം 3 ഒക്കെ വരും. അപ്പോൾ കാത്തിരിക്കണേ, കാണണേ, വിവരങ്ങൾ അറിയിക്കാം. ടാറ്റാ, ബൈ ബൈ, സി യു.